എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടുമുറ്റത്ത് ഔഷധ സസ്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത്? വെച്ച് പിടിപ്പിക്കണമെന്ന് പല കാര്യങ്ങളുണ്ടല്ലേ. അപ്പം നമ്മൾ പണ്ട് മുതലേ മുൻ തലമുറ തന്നെ നിർബന്ധിക്കുമായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന്. അപ്പോൾ എന്തിൻ്റെയും പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഔഷധ സസ്യങ്ങൾ വെച്ച് പിടിപ്പിക്കണമെന്ന് പറയുന്നത്. കൂവളം, തുളസി ഒക്കെ ഔഷധ വീര്യത്തിലേറെ മുന്നിലാണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നേത്ര രോഗങ്ങൾക്ക് ഏറ്റവും ഉത്തമമാണ് നന്ദ്യാർവട്ടം. അപ്പോൾ അത് നമ്മൾ വീട്ടുമുറ്റത്ത് വെച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ നമ്മൾ ചെമ്പരത്തി നമ്മൾ എപ്പോഴും താളിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ ചെമ്പരത്തി വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ്. പിന്നെ അതിൻ്റെ പൂക്കളൊക്കെ കാണാൻ എന്ത് രസമാണ് അല്ലേ, അതും ഒരു പ്രത്യേകതയാണല്ലോ. അതുപോലെ തെറ്റിപ്പൂവ്, കുട്ടികളുണ്ടാകുന്ന പണ്ട് കാലത്തൊക്കെ ഉണ്ടാകുന്ന കുട്ടികളുണ്ടാകുന്ന കരപ്പനൊക്കെ നമ്മൾ ഈ തെറ്റിപ്പൂ കൊണ്ട് ഉള്ള എണ്ണ കാച്ചി ഉപയോഗിക്കുമായിരുന്നു. അത് നല്ലതാണ്. അതുപോലെ തുളസിയില ദഹന പ്രക്രിയയ്ക്ക് സഹായിക്കുന്നു. കൂവളത്തിൻ്റെ ഇല അത് ഒക്കെ നല്ലതാണ്. കൂവളത്തിൻ്റെ ഇല പ്രമേഹ രോഗങ്ങൾക്ക് നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ വീട്ടുമുറ്റത്തുണ്ടെങ്കിൽ നമുക്ക് ഓടിച്ചെന്നെടുത്തോട്ട് വരാമല്ലോ, വേറെ എങ്ങോട്ടും നമുക്ക് പോകണ്ടല്ലോ. അതുപോലെ പൂക്കളുണ്ടാകുന്ന വൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും ഒക്കെ നമുക്ക് അത് വീടിൻ്റെ ഏത് ഭാഗത്ത് നമുക്ക് നടണം. വീട്ടുവളപ്പിൽ നമ്മൾ വൃക്ഷങ്ങളെ നട്ടു വളർത്താൻ നമ്മൾ ആദ്യകാലം മുതലേ നമ്മുടെ പഴമക്കാരൊക്കെ പറയുന്നതാണ്, താല്പര്യം കാണിച്ചിരുന്ന കാര്യവുമാണ്. അപ്പോൾ പൂക്കളുണ്ടാകുന്ന വൃക്ഷങ്ങൾ ഔഷധ സസ്യങ്ങളൊക്കെ വീടിൻ്റെ കിഴക്കു ഭാഗത്ത് നടുന്നത് നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. പൂക്കളുണ്ടാകുന്ന ഇല്ലെങ്കിൽ കണിക്കൊന്നയൊക്കെ എന്ത് രസമാണ് കാണാൻ പൂത്ത് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ നല്ല രസമല്ലേ. അതുപോലെ കൂവളം, തുളസി, ചെമ്പരത്തി, അതുപോലെ ശംഖുപുഷ്പത്തിൻ്റെ പൂക്കൾ എന്ത് രസമാണ്. അത് രണ്ട് നിറം വെള്ളയും നീലയും ഒക്കെ കാണാൻ എന്ത് രസമാണ്. അപ്പോൾ അതുപോലെ അതിൻ്റെ പൂക്കൾ തന്നെ കാണാൻ എന്ത് രസമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ സസ്യങ്ങൾ, ഔഷധ സസ്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത്. അതുപോലെ പനിക്കൂർക്ക നല്ലതാണ്, നന്ദ്യാർവട്ടം നല്ലതാണ്. ഇങ്ങനെയുള്ള ചെറിയ ചെത്തി, തുളസി ഒക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഔഷധ സസ്യങ്ങളൊക്കെ വീട്ടുമുറ്റത്ത് വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ്. കാണുന്നതല്ലാണ്, നമ്മുടെ ആവശ്യത്തിലൊക്കെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് സൂര്യരശ്മിയോട് ഒപ്പം തന്നെ വീടിനകത്തേക്ക് പ്രവേശിക്കുന്ന മേൽപ്പറഞ്ഞ വൃക്ഷങ്ങളൊക്കെ ആ സസ്യങ്ങളൊക്കെ ഔഷധ ഗുണവും നമുക്ക് രോഗങ്ങളൊക്കെ ഇല്ലാതാക്കുന്നതിന് നമുക്ക് സഹായിക്കുന്നുണ്ട്. കൂടാതെ സ്വർണ്ണപുഷ്പ വൃക്ഷങ്ങൾ, നീലപുഷ്പ സസ്യങ്ങളും ഒക്കെ സൂര്യരശ്മികളിൽ നിന്ന് നിറങ്ങൾ വലിച്ചെടുത്ത് പ്രസരിപ്പിക്കും. ഇത് നമുക്ക് അണുബാധ ഉണ്ടാകാതിരിക്കാനൊക്കെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ വീട്ടുവളപ്പിൽ തുമ്പയുണ്ടെങ്കിൽ തുമ്പപ്പൂ പോലെ നമുക്ക് ശോഭിക്കാം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ തുമ്പപ്പൂ പോലുള്ള നിലാവും തുമ്പപ്പൂ പോലുള്ള ചോറുമൊക്കെ നമ്മളുടെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതാണ്. തുമ്പച്ചെടിക്ക് നല്ല ഔഷധ ഗുണമുണ്ട്. അപ്പോൾ നമുക്ക് അത് വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ്. പനിക്കും ഒക്കെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ അതുപോലെ കണ്ണിൽ ഏൽക്കാറുള്ള മുറിവുകളും ചതവിനും ഒക്കെ തുമ്പ സമൂലം അരച്ച് നമുക്ക് കഴുകിയിട്ട് സമൂലം പറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് ചതച്ചതിൻ്റെ നീരെടുത്ത് നമുക്ക് ഉണക്കി വെയിലത്ത് വെച്ച് അതിൻ്റെ പൊടി നമ്മൾ ഭരണിയിൽ സൂക്ഷിച്ച് വെച്ചാൽ ആയിട്ട് നമുക്ക് ചൂടുവെള്ളത്തിൽ ചൂർണ്ണമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ ഗ്യാസിനുമൊക്കെ നല്ലതാണ്, വയറുവേദനയ്ക്കുമൊക്കെ. അപ്പോൾ ഇതൊക്കെ നല്ല ഔഷധ ഗുണമുള്ള സസ്യങ്ങൾ. ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് ഓടിപ്പോയി ഇതെടുത്തുകൊണ്ട് വന്ന് നമുക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ വീട്ടുവളപ്പിൽ വെച്ച് പിടിപ്പിക്കുക.